ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും യൗവനക്കാരെല്ലാം വളരെ മയക്കുമരുന്നിനടിമപ്പെട്ട് പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലുള്ള കുഴപ്പങ്ങളിലേക്ക് കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് ഭയത്തോടെ അല്ലാതെ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ നിലവിൽ നിൽക്കുന്നു. യൗവനക്കാരെല്ലാം വഴിതെറ്റി ട്രാപ്പുകളിൽ അകപ്പെട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ശരിക്കും പിശാച് ശക്തിയോടെ കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവമക്കളായിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം അവരെപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഈ വചനം ബൈബിളിലുള്ളത് നിമിത്തം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും മന്ത്രവാദമോ അല്ലെങ്കിൽ ആഭിചാരമോ ഒന്നും ഫലിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അനേകരും പിശാചിൻ്റെ ആക്രമണത്താൽ രോഗികളായും പലവിധ മാനസിക പ്രയാസങ്ങളാലും അകപ്പെട്ട് കഴിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്കാർക്കും ഉപവാസം ഇരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ രോഗങ്ങൾ അവരെ പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പോഴും അവർ പറയുന്നത് ആഭിചാരം ഇസ്രായേലിന്, യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നിമിത്തമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നു. പഴയത് കഴിഞ്ഞുപോയി. ദൈവം അവന് ഒരു പുതിയ ശരീരവും ഒരു പുതിയ ഹൃദയവും അവന് കൊടുക്കുകയാണ്. ആ ശരീരത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം അവന് എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം പുതുതാക്കി അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളായി തീർന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാകൂടിവരകളിലുള്ള കുറേ ദൈവമക്കളെങ്കിലും ഇങ്ങനെയുള്ള രോഗത്താൽ പിടിപെടുന്നതുകൊണ്ട് ഏകാഗ്രതയോടുകൂടി മാറിയിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിലയിൽ, ഉപവസിക്കാൻ കഴിയാത്ത നിലയിൽ അവർ രോഗത്തിന് അടിമകളായി തീർന്നിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് പിശാചിനെ അവരുടെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല, പിശാചിനെ അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല. അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് ഒരു വഞ്ചനയിലകപ്പെട്ട്, ഒരു ചതിയിലകപ്പെട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെ സംബന്ധിക്കുന്ന ചില വാക്യങ്ങളാണ് ഇന്ന് അധികം സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് പല രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്തുവാനും നമ്മളെ വേദനപ്പെടുത്തുവാനും നമുക്കെതിരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെ പറയുകയാണ് പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊണ്ടുവരുന്ന നെഗറ്റീവ് ചിന്തകൾ, ഞാൻ രോഗിയായി തീരും, ഞാൻ ഇനി രക്ഷപ്പെടുകയില്ല, എനിക്കിനി ഒരു വിജയം ഉണ്ടാവുകയില്ല, എനിക്ക് ആ പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയില്ല. ഇങ്ങനെ അവൻ എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് അവൻ ഇങ്ങനെ അമ്പുകൾ ചെയ്തുകൊണ്ട് അവൻ്റെ റേഡിയോ നിലയത്തിൽ നിന്ന് അവൻ എപ്പോഴും ഇങ്ങനെ നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും. ചില ആളുകളെങ്കിലും, ചില വിശ്വാസികളെങ്കിലും അത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് അതിന് ആമേൻ പറയുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തരും. എന്നാൽ ചിലർ പിശാച് ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്, അവൻ കൊണ്ടുവരുന്ന ചിന്തകൾക്ക് നാം ഇടം കൊടുക്കരുത്, പിശാചിനോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. പിന്നെ മറ്റൊരു കാര്യം, ഈ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ മുകളിലത്തെ വാക്യം 4-ാം അധ്യായത്തിൻ്റെ 25, എഫേസർ 4:25, ആകയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഇന്ന് ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അനവധി പേരും ബോഷ്ക്ക് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സത്യം ഇല്ലാത്ത നിലയിൽ ബോഷ്ക്ക് പറയുന്നു. അപ്പം പിശാചിന് ഇടം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബോഷ്ക്ക് പറയുമ്പോഴാണ്. സത്യം, നമ്മുടെ കർത്താവ് പറഞ്ഞു, കർത്താവ് ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനും. കർത്താവ് സത്യമാണ്, കർത്താവിൽ സത്യമാണ് ഉള്ളത്. അപ്പം ദൈവമക്കൾ സത്യമുള്ളവരായിരിക്കണം. സത്യം നമ്മിൽ നിന്ന് എപ്പോൾ മാറിപ്പോകുന്നു അപ്പോൾ നാം ബോഷ്കിൽ അകപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. പിശാചിനെ കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണെന്നാണ് പിശാചിനെ കുറിച്ച് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അപ്പനെ വിളിച്ചു കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്നാണ് കർത്താവ് പിശാചിനെ കുറിച്ച് പറയുന്നത്. അപ്പം നാം ഒരു ബോഷ്ക്ക് പറയുമ്പോൾ, നാം ദൈവമക്കൾ തമ്മിൽ നുണ പറയുമ്പോൾ നാം പിശാചിന് ഇടം കൊടുക്കുകയാണ്. പിശാച് നമ്മിൽ കൂടുകെട്ടുവാൻ, നമ്മിൽ അധിവസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം പിശാചിനായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അവന് വളരെ സന്തോഷമാണ്, നീ എന്നെപ്പോലെ ആയി തീർന്നിരിക്കുന്നു, നീ യേശുവിൻ്റെ മകനായിട്ട് ജനിച്ചെങ്കിലും നീ ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന്
പറയുന്നത് പിശാച് പറയുവാൻ തക്കവണ്ണം നാം ഇടം കൊടുക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. യാക്കോബ് 4:7 പറയുന്നു, ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവിൻ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു നുണ പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പിശാച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചെ, ഞാനൊരു ദൈവത്തിന്റെ മകനാണ്, എനിക്ക് സത്യം പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ സത്യമാണ് പറയാൻ പോകുന്നത്, നിന്റെ നുണയ്ക്ക് ഞാൻ കീഴ്പ്പെടുവാൻ പോകുന്നില്ല, നീ പറയുന്ന ആ ഒരു നുണയുടെ ആത്മാവിന് ഞാൻ വശമതനാകാൻ തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം അവനോട് എതിർത്ത് നിൽക്കണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അത്താഴം ആയപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. അപ്പൊ ചില തോന്നലുകൾ, ചില ആലോചനകൾ എവിടെ നിന്ന് വരുന്നതാ? പിശാച് കൊണ്ടുവരുന്നതാ. അവിടെ പറയുകയാണ്, അത്താഴം കഴിഞ്ഞപ്പോൾ, അത്താഴമൊക്കെ കഴിഞ്ഞ് കർത്താവ് യേശുവും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ അവിടെ യൂദാ ഇസ്കര്യോത്താവിന്റെ അടുക്കൽ, അതായത് ശീമോന്റെ മകനായ യൂദാ ഇസ്കര്യോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. ആരെ? യേശുക്രിസ്തുവിനെ ഒന്ന് ഒറ്റിക്കൊടുക്കണം, അവനെ യഹൂദന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം, അവനെ പിടിക്കുവാൻ തക്കവണ്ണം തനിക്ക് കുറച്ച് പണം സമ്പാദിക്കണം എന്ന് അവൻ ചിന്തിച്ച് അങ്ങനെ ഒരു ആലോചന പിശാച് അവൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ആലോചന ഇട്ട് കൊടുത്തപ്പോൾ അവൻ പിശാചിന് ഇടം കൊടുത്തു. അവൻ പിശാചിനോട് എതിർത്ത് നിന്നില്ല, അവൻ പിശാചിന് ഇടം കൊടുത്തു. അവൻ ആ ആലോചനയെ താലോലിച്ചു. ശരിയാണല്ലോ, എന്തിനാ ഇപ്പം ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് 300 വെള്ളിക്കാശിൻ്റെ മറ്റേ തൈലം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആ സ്ത്രീ പൊട്ടിച്ചൊഴിച്ച് വെറും ചെലവിന് അത് കളഞ്ഞു. ആ 300 വെള്ളിക്കാശ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് ഇടയ്ക്ക് കുറച്ചെടുക്കാമായിരുന്നു, ഞാൻ പണ്ട് വന്നിരുന്നത് പോലെ കുറച്ചെടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ച് അങ്ങനെ അവൻ മനസ്സിൽ കണക്കൂട്ടിയിരിക്കുന്ന സമയത്താണ് പിശാച് ഒരു ആലോചന കൊടുക്കുന്നത്. നീ ഇവനെ ഒറ്റ കൊടുത്താൽ നിനക്ക് കുറച്ച് പണം കിട്ടും, നീ അവനെ ഒന്ന് ഒറ്റ കൊടുക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയും. ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ ദുഷിക്കുവാൻ തക്കവണ്ണം അനേക വിശ്വാസികളുടെ ഹൃദയത്തിൽ പിശാച് ഇങ്ങനെയുള്ള ആലോചന കൊടുക്കും. മറ്റുള്ളവരുടെ പിടിച്ച് പറിച്ച് വാങ്ങി വെച്ചിരിക്കുന്നത് തിരികെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ പിശാച് ചില തോന്നലുകൾ കൊടുക്കും. അങ്ങനെ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ആ ആലോചന കൊടുത്തതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കർത്താവ് അപ്പം എടുത്ത് വാഴ്ച നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അങ്ങനെ യൂദാ ഇസ്കര്യോത്താവിനും കൊടുത്തു. ഖണ്ഡം വാങ്ങിയ ഉടനെ, അതായത് യോഹന്നാൻ 13:27, അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ആദ്യം ആലോചനയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. അവന് കടന്നുകൂടാൻ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇടം കൊടുത്തു. ആലോചനയ്ക്ക് വേണ്ടി ആ ആലോചനയോട് ആമീൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? തിരുവത്താഴം കഴിഞ്ഞ ഉടനെ തന്നെ അവനിൽ കടന്നു. സാത്താൻ അവനിൽ കടന്നു. ഇന്ന് അനേക ദൈവമക്കളും സഭയിൽ പോയി തിരുവത്താഴം എടുത്തതിന് ശേഷം അവരുടെ മനസ്സിലിരിക്കുന്ന കയ്പും നീരസവും പകയും നിമിത്തം പിശാച് അവിടെ കിടക്കുവാൻ തക്കോണം ഇടയായിട്ട് തീരുകയാണ്. അപ്പം നുറുക്കുമ്പോൾ പോലും, കർത്തമേശലിന് പങ്കെടുക്കുമ്പോൾ പോലും ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ദൈവം സകല അനീതിയും പോകി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഒന്നുമല്ലാതെ പോയി എടുക്കുന്നത് ആ കയ്പും നീരസവും പകയെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട്, പിശാചിന്റെ ആലോചനയാകുന്ന കയ്പ് വെച്ചുകൊണ്ട്, പക വെച്ചുകൊണ്ട്, നുണ വെച്ചുകൊണ്ട് ചെന്ന് അതിൽ നിന്ന് എടുക്കും. അപ്പോൾ സാത്താൻ അതിൽ കടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. മത്തായി 26:15 വരുമ്പോൾ ഈ ആദ്യം പിശാച് ആലോചന കൊടുത്തു. ഇപ്പോൾ അപ്പഖണ്ഡം വാങ്ങിയപ്പോൾ പിശാചിന് ശരിക്കും അവൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റി. അതിനുശേഷം മത്തായി 26:15 വായിക്കുമ്പോൾ അവൻ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ശരി, ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ പറഞ്ഞു, ഞങ്ങൾ 5 വെള്ളിക്കാശ്. അവൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല. 10, അതൊന്നും പറ്റില്ല. അങ്ങനെ ഒരു വിലപേശൽ അവിടെ നടക്കുകയാണ്. അങ്ങനെ 10, 15, 20, അവസാനം അത് 30 ആ ഡീല് ശരിയായി. 30 വെള്ളിക്കാശിന് തൻ്റെ അരുമ ഗുരുവിനെ, തൻ്റെ ഒപ്പം 3.5 വർഷം നടന്ന, താൻ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട, അനവധി നന്മകൾ കൈപ്പറ്റിയ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ 30 വെള്ളിക്കാശ് വാങ്ങിച്ചിട്ട് അവൻ ആ പിശാച് അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൻ അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പിശാചിന് ഇടം കൊടുത്തു, ഒരു വിലപേശൽ നടന്നു. ഇപ്പോൾ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ഇടയായിട്ട് തീരുകയാണ്. അവൻ പണം വാങ്ങി വെച്ചു. അവൻ അങ്ങനെ ഇന്ന് ദൈവമക്കളായിരിക്കുന്ന പലരും ഇതുപോലെ ദൈവമക്കളെ ഒറ്റിക്കൊടുക്കുവാനും ദൈവസഭയെ ഒറ്റിക്കൊടുക്കുവാനും യേശുക്രിസ്തുവിന്റെ നാമം ദുഷിക്കുവാനും എവിടെന്നെങ്കിലും പണം കിട്ടിയാൽ ആ പണമെല്ലാം വാങ്ങി അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പിശാചിന് അവകാശം പറയേണ്ട. ദൈവമക്കളുടെ പണം വാങ്ങി ചിലർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവമക്കളുടെ പണം വാങ്ങി ദൈവദാസന്മാരും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ അത് വാങ്ങി കൈവശം വെച്ചുകൊണ്ട് അവർക്ക് അനുഭവിക്കുന്ന നന്മ മറ്റുള്ളവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. ഇത് വെറുതെ ആകുമോ? ഇതൊക്കെ പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലർ ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഉള്ളിൽ അങ്ങനെ പിശാച് കയറുമോ? ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്.
അങ്ങനെ ദുരാത്മാവ് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുവന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരുവന്റെ ഉള്ളിൽ പിശാചിന് അങ്ങനെ കയറാനായിട്ട് പറ്റുമോ? അങ്ങനെ പിശാച് കയറുമോ? ചില ചോദ്യങ്ങളാണ്. ഉറപ്പായും ദൈവം തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതിനുള്ള മറുപടികൾ പറയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. കാരണം ശൗല് ദൈവത്തിന്റെ ആലോചന നിരസിച്ചു. ദൈവം പറഞ്ഞത് കേൾക്കാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ അവൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവം ദുഃഖിതനായി തീരുകയും ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ അവനെ വിട്ടുമാറാൻ പോവുകയാണെന്ന് പറയും. അങ്ങനെ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിനെ വിട്ടുമാറുകയും പകരം ദൈവം ഒരു ദുരാത്മാവിനെ ശൗലിന്റെ അടുക്കൽ അയക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ദൈവവചനത്തെ അഴിച്ചു പഠിപ്പിക്കുന്ന, ദൈവവചനത്തെ കൂട്ടിക്കളയുന്ന ഇങ്ങനെയുള്ള കള്ള പ്രവാചകന്മാരെ, കള്ള ഇടയന്മാരെ, കള്ള ഉപദേഷ്ടാക്കന്മാരെ അവരുടെ അടുക്കൽ ദൈവം അയക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരെ മാറിക്കഴിയുമ്പോൾ പിന്നെ അയക്കുന്നത് ദുരാത്മാവാണ്, പൈശാചിക ശക്തിയുടെ ആത്മാവാണ് അവരുടെ മേൽ പിന്നെ ആവസിക്കുന്നത്. അങ്ങനെ ആവസിച്ചു കഴിയുമ്പോൾ അവർ ഹൃദയം കഠിനപ്പെട്ട് ദൈവവചനത്തെ ഏത് രീതിയിലും കൂട്ടിമാറ്റി കളയുവാനുള്ള ഒരു ആലോചന അവരുടെ ഉള്ളിലുണ്ടാവും. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. 18-10 പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന് മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു തുള്ളി. ദുരാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കോപിഷ്ഠനായി തീരുന്നു. പിന്നെ അവന് സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ കിടന്നുകൊണ്ട് അലറുവാനും ഭ്രാന്തനെ പോലെ ചീറുവാനും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സത്യം മനുഷ്യനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എപ്പോൾ മനുഷ്യൻ സത്യത്തെ സ്നേഹിക്കാതിരിക്കുന്നു, എപ്പോൾ ദൈവമക്കൾ സത്യത്തെ വിട്ടുകളയുന്നുവോ ആ സമയത്തെല്ലാം പിശാച് അവന്റെ കൂടെ പതുക്കെ ചേരുവാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ പിന്നീട് ഇവൻ ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്ന ദാവീദ് വന്നിട്ട് കിന്നരം വായിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴാണ് അവനൊരു അല്പം ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന് ഒരു ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ അവൻ ആരാധനയ്ക്കൊക്കെ വരുമ്പോഴും പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ അവനൊരു ആശ്വാസം കിട്ടും. എന്നാൽ പൂർണ്ണമായിട്ടും ആ ദുരാത്മാവ് അവനെ വിട്ടു മാറണമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ സറണ്ടർ ആവുകയും അവൻ ദൈവത്തോട് അടുത്ത് ചെല്ലുകയും അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ദൈവം അവനെ സഹായിക്കുകയും ചെയ്യും. 2 തെസ്സലോനിക്കർ അതിൻ്റെ 2 തെസ്സലോനിക്കയിൽ ഒരു വാക്യമുണ്ട്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ദൈവം തന്നെ ബോഷ്കിന്റെ വ്യാപാര ശക്തി ചില ആളുകളുടെ മേലയക്കും. അത് രക്ഷിക്കപ്പെട്ടവരുടെ മേലും അയക്കും, രക്ഷിക്കപ്പെടാത്തവരുടെ മേലും അയക്കും. കാരണം അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നില്ല. നമുക്ക് നഷ്ടം വന്നാലും നമുക്ക് കഷ്ടം വന്നാലും നാം സത്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുവനെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരു വിശ്വാസി സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരുവനായിരിക്കണം. നമ്മുടെ കർത്താവ് സത്യവാനാണ്. നാം സത്യമുള്ളവനായിരിക്കണം. നാം കപടം കാണിച്ചും മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചും മറ്റുള്ളവരുടെ മോഷ്ടിച്ചും ഒന്നും ജീവിക്കേണ്ട ആളുകളല്ല. നാം നഷ്ടം വന്നേക്കാം. ഒരു വ്യക്തി, ഒരുപക്ഷെ ഒരു ദൈവമകൻ, അവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. അപ്പോൾ സത്യമുള്ളവനായിരിക്കണം. നമ്മുടെ അരയ്ക്ക് സത്യം കിട്ടണം. എന്തിനാണ് അരയ്ക്ക് സത്യം കിട്ടുന്നത്? എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അരയ്ക്ക് സത്യമില്ല എങ്കിൽ, സത്യം അഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പിശാചിന് അത് ഇടം കൊടുക്കുന്നതായിട്ട് തീരും. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വചനം അവസാനിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കടബാധ്യത വന്ന സമയം വലിയൊരു കടത്തിൽ ഞാൻ അകപ്പെട്ടു. ഒരു വ്യക്തിയുടെ കടം തീർക്കുവാൻ വേണ്ടി, ഒരു വഞ്ചനയിൽപ്പെട്ട, ഒരു ചതിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കടം തീർക്കുവാൻ വേണ്ടി ഞാൻ 40-ലധികം ആളുകളോട് കടം വാങ്ങി. അങ്ങനെ കടം വാങ്ങിയിരുന്ന സമയത്ത് കുറിക്കമ്പനികളിലൊക്കെ എനിക്ക് കുറികളുണ്ടായിരുന്നു. ഈ കുറികളൊന്നും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതെ വന്നു. ചെറിയ കുറികളും വലിയ കുറികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ കുറി, ഒരു 20,000 രൂപയുടെ കുറി 8,000 രൂപ അടച്ചു. ബാക്കി 12,000 രൂപ അടയ്ക്കാൻ എനിക്ക് ഒരു വഴിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോയി. വലിയ കടക്കണിയിൽ ഞാൻ അകപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കുറിക്കമ്പനിക്കാരോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഷട്ടർ ഇടുവാണ്, എനിക്കിനി കട മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല, ഞാൻ വളരെ വിഷമത്തിലാണ്, എനിക്ക് സ്ഥലങ്ങൾ 2-3 സ്ഥലങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ചേട്ടൻ്റെ പൈസ തരാം, അപ്പോൾ ദയവ് ചെയ്ത് കേസൊന്നും കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ചെക്കും പ്രൊമിസറി നോട്ടും ആ മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാനിത് അവിടെ ചെന്ന് പറഞ്ഞാൽ കാര്യമില്ല, ഞങ്ങൾ 4 പേര് ഷെയറാണ്, ഞാൻ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും അവരൊരു പക്ഷേ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുത്താൽ എനിക്ക് ജയിലിൽ പോകുമല്ലാതെ വേറെ വഴിയൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് 1 രൂപ പോലും ഇല്ലാത്തതുപോലെ ഞാൻ തരും, നഷ്ടം വന്നാൽ ആ നഷ്ടവും കൂടി തരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അങ്ങനെ പോയി. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും അവരെൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്തിട്ട് എനിക്ക് സമൻസ് ഒന്നും വന്നില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പോലീസുകാരൻ എൻ്റെ വീടിൻ്റെ മേൽഭാഗത്തുള്ള ഒരു 100 മീറ്റർ അപ്പുറം മാറി നിന്നുകൊണ്ട് വേറൊരാളെ വീട്ടിലേക്ക് വിട്ടിട്ട് എന്നോടൊന്ന് മേളിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്?
നിങ്ങളെ അന്വേഷിച്ചൊരു പോലീസുകാരൻ വന്നിട്ടുണ്ട്, അദ്ദേഹം നിങ്ങളുടെ വീടിൻ്റെ മേൽഭാഗത്തുള്ള റോഡിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കാണാനായിട്ട് ഒരു പോലീസുകാരനാണ് വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോലീസുകാരൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. അയാൾ സാധാരണ വേഷത്തിലാണ്, പോലീസുകാരൻ്റെ വേഷത്തിലൊന്നുമല്ല, സാധാരണ ഡ്രസ്സിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് വീട്ടിലുള്ളവരെ കാണാതെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലാവുണ്ട്, ആ പ്ലാവിൻ്റെ സൈഡ് ചേർന്ന് അദ്ദേഹം നിന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാറണ്ടോ? എനിക്ക് സമൻസ് ഒന്നും വന്നില്ലല്ലോ സാറേ. അത് സമൻസ് വരാതെ തന്നെ അവർ വാറണ്ടാക്കിയിട്ടുണ്ട്. സമൻസൊക്കെ അവർ മടക്കി വെച്ചിട്ടുണ്ടാവും, ആൾ ഇല്ലയെന്ന് പറഞ്ഞ് കൈപ്പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മടക്കി വെച്ചിട്ടുണ്ടാവും. ഇത് വാറണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഇതിൽ? ഞാൻ പറഞ്ഞു, ഒരു കുറിക്കമ്പനിക്കാരന് പൈസ കൊടുക്കാൻ അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറിക്കമ്പനിക്കാരൻ്റെ തന്നെയാണ്, ആ കുറിക്കമ്പനിക്കാരൻ്റെ കേസുമായിട്ടാണ് വാറണ്ട് വന്നിരിക്കുന്നത്, ചെക്ക് ഇത് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചപ്പോൾ നിങ്ങളൊരു മര്യാദയുള്ള ആളാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ എനിക്കൊരു മടിയായതുകൊണ്ട് മേളിൽ നിന്ന് നിങ്ങളെ വിളിച്ചത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഞാനിപ്പോൾ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഉടനെ തന്നെ ജാമ്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് ജാമ്യം എടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാറണ്ട് നോട്ടീസ് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ഇങ്ങനെയുള്ള കേസ് സംബന്ധമായ കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് സമയം വല്ലാതൊരു വിഷമത്തിൽ ഞാൻ അകപ്പെട്ടു. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, സാർ, നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ എടുക്കാൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങൾ നാളെ തന്നെ 2 ജാമ്യക്കാരെ കൊണ്ട് പോയി ജാമ്യം എടുക്കണം. ഇത് സീരിയസ് ആണ്, എനിക്കത് പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയാണ് പോവുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നല്ല പറഞ്ഞിട്ട് അദ്ദേഹം പോയി. എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അന്ന് രാത്രിയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. കർത്താവേ, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, പണം കൊടുക്കാനുള്ള സത്യമാണ്, ഇപ്പോൾ എൻ്റെ കൊടുക്കാൻ ഒരു വഴിയുമില്ല, ഒരു സ്ഥലം പോലും വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒരു ലോൺ ബാങ്കിൽ നിന്ന് കിട്ടാൻ ശ്രമിച്ചിട്ട് അതും നടക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും ദൈവമേ? വളരെ എൻ്റെ ഉള്ളു തകർന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വചനം എനിക്ക് തന്നു, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ്, ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഉണർന്നിരിക്കും, ശരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കാം, നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് ചേർന്നിരിക്കാം. ശരി, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, ശരി, ഇങ്ങനെയൊക്കെ എന്ത് വന്നാലും ഞാൻ വിശ്വാസത്തിൽ നിന്നൊന്നും മാറിപ്പോകുന്നില്ല. പിന്നെ കർത്താവെ, പുരുഷത്വം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവനെതിരെ ഞാൻ നീങ്ങണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് കർത്താവെ പുരുഷത്വം കാണിപ്പിൻ എന്ന് പറയുന്നത് അർത്ഥം എന്താണ് എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഇരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ദൈവം പെട്ടെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് എന്നെ കൊണ്ടുപോയി, എൻ്റെ മനസ്സിനെ കൊണ്ടുപോയി. എന്നിട്ട് ദൈവം പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ഈ ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ നിന്നെ എരിയുന്ന തീച്ചോളയിൽ ഇട്ട് കളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ ദാനിയേലും കൂട്ടുകാരും പറയുന്ന ഒരു കാര്യമുണ്ട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല എന്ന് ദാനിയേൽ പറഞ്ഞ കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ധൈര്യം വന്നു. ജയിലിൽ കിടക്കണം വന്നാലും കുഴപ്പമൊന്നുമില്ല, സത്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഞാനിപ്പോൾ എന്തായാലും വഞ്ചിച്ചോ മോഷ്ടിച്ചോ ഒന്നുമല്ല, എൻ്റെ ഇപ്പോൾ കൊടുക്കാനില്ല, എൻ്റെ ബിസിനസ് തകർന്നു പോയി, എന്നെ സഹായിക്കാനായിട്ടും ആരുമില്ല, ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞാൻ പോകുന്ന സഭയിൽ, തൃശ്ശൂർ സഭയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ തൃശ്ശൂരുള്ള സഭയിൽ അവിടുത്തെ മൂപ്പൻ ഫ്രെഡി എന്ന് പറയുന്നത്, അദ്ദേഹം മരിച്ചുപോയി, നല്ലൊരു സഹോദരനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സഹോദരനാണ്, അദ്ദേഹത്തിന് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദരാ, എനിക്കിങ്ങനെ ഒരു വാറണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പേപ്പർ, ഒരു റെസിപ്റ്റ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പോലീസുകാരൻ തന്നു, എൻ്റെ കയ്യിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല, എനിക്കൊരു വക്കീലിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല, ഞാനിങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, എനിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു, അദ്ദേഹം എനിക്ക് ഒരു ഗ്ലാസ് ചായ വൈഫിനെ കിട്ടി തെരിച്ചതിന് ശേഷം അദ്ദേഹം കുളിക്കാനായിട്ട് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് എന്നെ അദ്ദേഹം ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക്, തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ഒരു മാർക്കറ്റിൽ അദ്ദേഹത്തിന് പരിചയമുള്ളൊരു ബിസിനസ്സുകാരനോട് ആ കടയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഒരു സഹോദരനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുകയാണ്, അപ്പോൾ ഏത് വക്കീലിനാണ് കാണേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അടുത്ത് അയ്യന്തോളുള്ള വക്കീലിനെ പോയി കാണാനായിട്ട് പറഞ്ഞ് അദ്ദേഹം ഒരാളുടെ സ്ഥലം പറഞ്ഞു തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വക്കീലിൻ്റെ അടുക്ക് ചെന്നു. പ്രായം ചെന്നൊരു വക്കീലാണ്. അപ്പോൾ ഈ വക്കീൽ ഈ പേപ്പർ കൊടുത്തിട്ട് ചോദിച്ചു, ഇത് എന്തിൻ്റെയാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോലീസുകാരൻ പറഞ്ഞങ്ങനെ കുറിക്കമ്പനിക്കാർ കൊടുത്താണെന്നാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. കുറിക്കമ്പനിക്കാരൻ താൻ പൈസ കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞൊരു 12,000 രൂപ കൊടുക്കാനായിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല, അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ ജാമ്യക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല, ജാമ്യക്കാരൊന്നും കൊണ്ടുവന്നിട്ടില്ല, ആരും അങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കുറിക്കമ്പനിക്കാരുടെ കേസൊന്നുമല്ല, ഇതൊരു വണ്ടി ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, നിങ്ങൾക്ക് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വണ്ടി ഉണ്ടായിരുന്നു, 2 വർഷം മുമ്പ് കൊടുത്തു, സൈൻ ലെറ്റർ ഒപ്പിട്ടാണ് കൊടുത്തത്, ബൈക്ക് അതിൻ്റെ ആണോ എന്ന് ചോദിച്ചു. ബൈക്ക് ആരൊക്കെ കൊടുത്തത്? ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തിനാണ് കൊടുത്തത്, അവനത് പേര് മാറ്റിയെന്നാണ് എന്നോട് പറഞ്ഞത്. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട്, അതിൻ്റെ കേസാണ് നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു.
അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞു, ബസ്സിനാണ് വന്നത്. ഇപ്പോൾ ബൈക്കില്ല. ഞാൻ പറഞ്ഞു, ബൈക്കില്ല. ബൈക്ക് കൊടുത്തിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു, 2 വർഷത്തോളമായി. അപ്പോൾ 2 വർഷമായിട്ട് നിനക്ക് ബൈക്കില്ല? ഞാൻ പറഞ്ഞു, ബൈക്കില്ല. ആ, ശരി, ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേസ് ഞാൻ എടുക്കാം, പക്ഷേ നീ പൈസ അവിടെ കൊടുക്കാനില്ല എന്ന് കോടതിയിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? ഞാൻ പൈസ കൊടുക്കാനുള്ളതാണ്. അത് കൊടുക്കാനുള്ളതാണ്, പക്ഷേ ഞാൻ ഈ കേസ് എടുക്കുമ്പോൾ ഇത് വാദിക്കണ്ടേ? നീ പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് ശരിയായ രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആ പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വണ്ടിയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു സങ്കടമായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വണ്ടി ഇല്ല എന്നുള്ള ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വണ്ടി ഇപ്പോൾ എനിക്കില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി കൊടുത്താൽ അവസാനിപ്പിക്കാമായിരുന്ന ഒരു കേസാണ് ഇതുള്ളൂ. അപ്പോൾ വണ്ടി ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം ഒരു ടെസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, വണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ കേസ് കുരിക്കമ്പനിക്കാരൻ്റെ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ കയറി അങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ കൊടുക്കാനുള്ളതാണെന്ന് തന്നെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറയുകയാണ്, അതെന്താ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ യേശു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ്, കർത്താവിനെ തള്ളി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ പൈസ കൊടുക്കാനുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ പ്രായം ചെന്ന ആ അഡ്വക്കേറ്റ് എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം പറഞ്ഞു, ശരിയാടോ, ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാനും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, തനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നുണ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് താൻ ഇവിടുന്ന് പൊയ്ക്കോ, ഇയാൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കൂടെ വന്ന ഫ്രെഡി ബ്രദറെ അവിടെ നിർത്തുകയും എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ അദ്ദേഹം രാവിലെ കണ്ട ആ ബിസിനസ്സുകാരൻ്റെ അടുക്കൽ ഞാൻ വെയിറ്റ് ചെയ്യുകയും ഫ്രെഡി ബ്രദർ അവിടെ നിന്നിട്ട് ഒരു ഉച്ചയായപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, 2 മാസത്തേക്ക് കേസ് നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്തത്, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കോടതിയിലേക്ക് പോയിട്ടേ ഇല്ല. 2 മാസം കഴിയുമ്പോൾ 2 ജാമ്യക്കാരുമായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞു. എനിക്ക് ജാമ്യക്കാരൊന്നുമില്ല, എനിക്ക് ജാമ്യം നിൽക്കാൻ ആരുമില്ല. വൈഫിൻ്റെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നു. വൈഫിൻ്റെ പേരിലുള്ള റെസിപ്റ്റ് എടുത്ത് വെച്ച് ഞാൻ നിന്നു. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ വക്കീൽ ചൂടായി. 2 പേരെ കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞില്ല, 2 പേരെ, ഒരാളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരോടും സഹായത്തിന് ചോദിക്കാൻ പോയില്ല. കാരണം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. മനസ്സറിഞ്ഞ് സഭയിലൊരു സഹോദരന്മാർ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഒരു ജാമ്യം നിൽക്കാനായിട്ട് തയ്യാറില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. അറിഞ്ഞിട്ട് ചെയ്യുന്നതും ചോദിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞാൻ ചോദിക്കാനായി പോയില്ല. അങ്ങനെ അവിടെ നിന്നു. ഞാനിപ്പോൾ കൊള്ളയോ കൊലപാതകവും ചെയ്തിട്ടല്ലല്ലോ, എനിക്ക് ഹൃദയപരമാർത്ഥതയുണ്ട്. അങ്ങനെ അവിടെ നിന്നു. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച കൂടി ഞാൻ സമയം തരാം, ഒരാഴ്ചക്കുള്ളിൽ 2 ജാമ്യക്കാരെ കൊണ്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അന്നും കൂടെ പറഞ്ഞയച്ചു. ഇനി എവിടുന്ന് 2 ജാമ്യക്കാരെ ഉണ്ടാക്കും എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തിരികെ പോന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം ഒരു അത്ഭുതമായിരുന്നു. അതായത് ഈ കുരിക്കമ്പനിക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. ഈ കുരിക്കമ്പനിക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ബേബി നമുക്ക് ഈ കേസ് സെറ്റിലാക്കാം. ഞാൻ പറഞ്ഞു, എന്താ, എങ്ങനെ? അതായത് ഇപ്പോൾ നീ 12,000 രൂപ തരാനുള്ളത് 1000 രൂപയുടെ 12 ചെക്കുകൾ തരിക, മാസം തോറും 1000 രൂപ വെച്ച് നീ തരിക. അങ്ങനെ 12 തവണയായിട്ട് നീ ആ ചെക്കുകൾ തന്നു കഴിഞ്ഞാൽ ഈ ബ്ലാങ്ക് ചെക്കും പ്രൊമിസറി നോട്ടും നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വക്കീലിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വക്കീലിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെറ്റിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ കേസ് സെറ്റിലാക്കി കഴിഞ്ഞ് 12 ചെക്ക് കൊടുത്തു. മറ്റേ ചെക്ക് തിരിച്ചു വാങ്ങി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം പിറ്റേ ദിവസമാണ് അത് സംഭവിക്കുന്നത്. പിറ്റേ ദിവസം അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിങ്ങൾ കേസിൽ നിന്ന് പിന്മാറുവാൻ കാരണമുണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ദൈവം നിന്നോട് കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്കതാണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്, ഈ കേസ് എടുത്തിരിക്കുന്നത് ഒരു വലിയ അഡ്വക്കേറ്റാണ്, അടുത്ത ജഡ്ജി ആകാൻ പോകുന്ന ഒരു അഡ്വക്കേറ്റാണ് കേസ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഈ കേസ് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ പ്രതി കോടതിയിൽ ഹാജരാകും, വാദി വരാതിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ ജോലി കളഞ്ഞ് 2 ദിവസവും കോടതിയിൽ വന്നു, പക്ഷെ നീ കോടതിയിലേക്ക് വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ സഹായിച്ചു കൊള്ളും. ഞാൻ നോക്കിയപ്പോൾ 500 രൂപ വക്കീലിന് ഫീസ് മാസം തോറും കൊടുക്കണം. അതിലും ഭേദം 500 രൂപ കൂടെ കൂട്ടി 1000 രൂപ വെച്ച് അവർക്ക് എങ്ങനെയെങ്കിലും അധ്വാനിച്ച്, ഞാൻ വളരെ കഷ്ടപ്പെട്ടുള്ള പണികൾക്കെല്ലാം ഞാൻ പോയി അങ്ങനെ ആ പണമെല്ലാം കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ പിശാചിന് ഇടം കൊടുക്കല്ലേ. പിശാചകത്ത് കയറിക്കൂടും. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കുറ്റങ്ങളും കുറവുകളും ദൈവസ്ഥനിൽ ഏറ്റുപറയുക. പിശാചിനോട് എതിർത്ത് നിൽക്കുക. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കല്ലേ. വേണമെങ്കിൽ വക്കീൽ പറയും, അത് സാരമില്ല, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നല്ല, നിങ്ങൾക്ക് ആലോചന പറയും, നീ ദൈവത്തിൻ്റെ ഒരു മകനാണ്, നീ സത്യത്തിന് വേണ്ടി നിൽക്കണം. അപ്പോൾ ദൈവം നിന്നെ തീർച്ചയായിട്ടും കൈവിടുകയില്ല. ദൈവം നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിനക്ക് പ്രൊട്ടക്ഷൻ തരും. എന്നീ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, ഈ തലമുറയിൽ വിശ്വസന്മാരായിട്ട് നിൽക്കുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. വിശ്വസന്മാരുണ്ടോ? മനുഷ്യപുത്രന്മാരിൽ വിശ്വസന്മാരുണ്ടോ? വിശ്വസന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് ദാവീദ് ഒരിക്കൽ പറയുകയുണ്ടായി. കർത്താവെ, ദൈവം വിശ്വസനായിട്ട് ജീവിക്കുവാൻ, വിശ്വസന്മാരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ കര നീട്ടണമേ. കർത്താവെ, അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ
മേലും കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവെ. കാരണം അങ്ങയുടെ വചനം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രത്യേകമായ ഒരു അനുഗ്രഹം അവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.